യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ചരിത്രപ്രേമികളെ, 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന പഠന ശിബിരത്തിൻ്റെ 7ാം ഭാഗം വരെ നാം വിശകലനം ചെയ്തത് ത്രന്തോസ് സൂനകദോസിനെ കുറിച്ചായിരുന്നുവല്ലോ. ഈ വിഷയം ചരിത്രപരതയിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്കായി അവതരിപ്പിച്ച പ്രസിദ്ധ ചരിത്രാന്വേഷിയായ ശ്രീ ക്രിസ്റ്റഫർ മാളിയേക്കലിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ട്രെൻഡ് കൗൺസിലിനായി ഏറെ ത്യാഗങ്ങൾ സഹിച്ച് യത്നിച്ച സഭയിലെ കോൺഗ്രിഗേഷനുകളെ സംബന്ധിച്ചും ഈ കൗൺസിലിൻ്റെ കാനോനുകളും നിലപാടുകളും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി അഹോരാത്രം ശ്രമിച്ച വ്യക്തികളെയും സംബന്ധിച്ച് വിശദമാക്കാതെ ഈ പഠനയാത്ര പൂർണ്ണമാവുകയില്ല എന്നതിനാൽ ആയതിലേക്ക് പ്രവേശിക്കട്ടെ. നാം ആദ്യമായി പോകുന്നത് ഓർഡർ ഓഫ് ഫ്രാൻസിസ്കനിലേക്കാണ്. സഭയിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രിഗേഷനാണ് ഓർഡർ ഓഫ് ഫ്രാൻസിസ്കൻസ്. അതിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കട്ടെ. AD 1182 മുതൽ 1226 വരെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനാൽ 1209 സ്ഥാപിക്കപ്പെട്ട ഒരു സന്യാസ സഭയാണ് ഫ്രാൻസിസ്കൻ സഭ. 1182 ഇറ്റലിയിൽ ജനിച്ച് 1226 ഒക്ടോബർ 3 ദിവംഗതനായ ഫ്രാൻസിസ് അസീസിയെ ഗ്രിഗറി 9 പാപ്പ 1228 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1224 കുരിശിൻ്റെ പുകഴ്ച തിരുനാൾ ദിനത്തിൽ ക്രിസ്തു തൻ്റെ പഞ്ചക്ഷതങ്ങൾ ഫ്രാൻസിസിൽ പതിപ്പിച്ചതോടെ ക്രിസ്തുവിൻ്റെ പതിപ്പെന്ന് അറിയപ്പെട്ട ഇദ്ദേഹം സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ സഭയ്ക്ക് 3 വിഭാഗങ്ങളാണ് ഉള്ളത്. 1209 സ്ഥാപിതമായ ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സ്, 1209 തന്നെ സ്ഥാപിതമായ കൺവെൻഷണൽ ഫ്രാൻസിസ്കൻസ്, 1520 നിലവിൽ വന്ന കപ്പൂച്ചിയൻസ് എന്നിവയാണവ. വിനീത നിസ്വൻ, അതായത് പുവറല്ലോ എന്ന് അറിയപ്പെട്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലുള്ള 1 ഡസൻ അപൂർവ വ്യക്തിത്വങ്ങൾ റഷ്യയിൽ ഉണ്ടാകുകയാണെങ്കിൽ റഷ്യ മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് നേതാവായ ലെനിൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നാം സ്മരിക്കേണ്ടതുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ ആത്മീയ ജീവിതത്തിനുള്ള അംഗീകാരമായി കാണേണ്ടതും ആവശ്യമാണ്. പ്രിയരെ, നാം ഇനി പോകുന്നത് ഓർഡർ ഓഫ് കപ്പൂച്ചിൻസിലേക്കാണ്. ഫ്രാൻസിസ്കൻ സന്യാസിയും ഇറ്റലിയിലെ മാർഷെ സ്വദേശിയുമായ മത്തേയോ ഡി ബാസിയോ 1520 സ്ഥാപിച്ച ഒരു സന്യാസ സമൂഹമാണ് കപ്പൂച്ചിൻ സഭ. ഈ സഭ ആരംഭിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെ ആയിരുന്നു എന്നതും ഓർമ്മിക്കേണ്ടതുണ്ട്. തലപ്പാവ് എന്ന അർത്ഥം വരുന്ന കപ്പൂച്ചിയോ എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്നുമാണ് ഈ സഭയ്ക്ക് പ്രസ്തുത നാമം ലഭിക്കുന്നത് എന്നതും അറിയേണ്ടതുണ്ട്. AD 1528 ക്ലെമന്റ് 7 പാപ്പ മാത്തേയോയ്ക്കും അനുചരന്മാർക്കും സന്യാസം സ്വീകരിക്കുന്നതിനും തദനുസൃതമായി പ്രവർത്തിക്കുന്നതിനും അനുമതി നൽകി. 1529 ഇതിൻ്റെ നിയമാവലി ക്രോഡീകരിച്ചു. ഫ്രാൻസിസ്കൻ ആദർശങ്ങളാൽ സമ്പന്നമായ ഈ നിയമാവലി പ്രകാരം ഭിക്ഷാടനത്തിൽ കൂടി ആവശ്യങ്ങൾ നിർവഹിക്കുകയും ഗൃഹോപകരണങ്ങളിലും വസ്ത്രധാരണത്തിലുമെല്ലാം എളിമ പാലിക്കുകയും നിഷ്പാതുകരായി സഞ്ചരിക്കുകയും പ്രവൃത്തിയെടുക്കുന്നതിൻ്റെ മൂല്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ആശ്രമവാസികളുടെ കടമയും അനിവാര്യതയുമാണ്. ഈ സഭയുടെ അംഗങ്ങളിൽ
അനേകർ ക്രിസ്തീയ വിശ്വാസ സംരക്ഷണാർത്ഥം രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട് എന്നതും സ്മരണീയമാണ്. ഈ സഭയും നമ്മുടെ ട്രെൻഡ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിലും അതിൻ്റെ കാനോനുകൾ നടപ്പാക്കുന്നതിനുമൊക്കെ ഏറെ സഹായകമായ നിലപാടുകൾ എടുത്തിരുന്നു എന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നു. ഇനി നാം പോകുന്നത് ഓർഡർ ഓഫ് തിയേറ്റിൻസാണ്. ഇറ്റലിയിലെ ലംബാർഡിയിൽ വിൻസെൻസ എന്ന സ്ഥലത്ത് 1480 ജനിക്കുകയും 36 വയസ്സിൽ വൈദികനാകുകയും ചെയ്ത വിശുദ്ധ കജറ്റൻ തൻ്റെ 42 വയസ്സിൽ മാറാരോഗികൾക്കായി ഒരു ആശുപത്രി സ്ഥാപിക്കുകയും 44 വയസ്സിൽ വൈദിക ജീവിത നവീകരണാർത്ഥം തിയേറ്റിൻസ് എന്നൊരു സഭ ആരംഭിക്കുകയും ചെയ്തു. കാൽവിൻ്റെ പാഷണ്ഡതയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ 40 മണി ആരാധനയ്ക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹമായിരുന്നു. അത് 1530 വെനീസിൽ ആയിരുന്നു എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. ഇക്കാലത്ത് വെനീസിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ സ്വയം മറന്നുകൊണ്ട് ത്യാഗപൂർവകമായ സേവനങ്ങൾ ചെയ്ത വിശുദ്ധൻ മധ്യ ഇറ്റലിയിലെ അംബ്രൂസിൽപ്പെട്ട തിയേറ്റ എന്ന പട്ടണത്തിൽ 1524 മെയ് 3 സ്ഥാപിച്ച ഒന്നാണ് തിയേറ്റിൻസ് സഭ. ഈ സഭയ്ക്ക് 1524 ജൂൺ 24 ക്ലെമന്റ് 7 പാപ്പ ആണ് അംഗീകാരം നൽകിയത്. തിയേറ്റയിലെ മെത്രാനായ ജിയാൻ പെട്രോ കരാഫെയുടെയും മറ്റു പല പുരോഹിതന്മാരുടെയും സഹായത്തോടെയാണ് വിശുദ്ധ കജറ്റൻ ഈ സഭ സ്ഥാപിച്ചതെന്നുള്ളതും ജിയാൻ പെട്രോ കരാഫെ മെത്രാനാണ് പിൽക്കാലത്ത് പോൾ 4 പാപ്പായായി അവരോഹിതനായത് എന്നതും ശ്രദ്ധേയമാണ്. 1547 ഓഗസ്റ്റ് 7 ദിവംഗതനായ വിശുദ്ധ കജറ്റൻ സ്ഥാപിച്ച സഭയുടെ സവിശേഷതകൾ കാർക്കശ്യത ആർന്ന നിയമങ്ങളും കഠിനമായ ദാരിദ്ര്യ സ്വീകരണത്തിൻ്റെ പ്രതിജ്ഞയും ആയിരുന്നു. ഈ സഭയും നമ്മുടെ ട്രെൻഡ് കൗൺസിലിൻ്റെ നടത്തിപ്പിലും ആ ട്രെൻഡ് കൗൺസിൽ അംഗീകരിച്ച നിയമങ്ങൾ കാനോനുകൾ ഒക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിനുമൊക്കെ ഏറെ യത്നിച്ചതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഇനി നാം പോകുന്നത് ഓർഡർ ഓഫ് സൊമാച്ചി എന്നതിലേക്കാണ്. വെനീസിൽ 1481 ജനിക്കുകയും 1537 ഫെബ്രുവരി 8 മരണമടയുകയും ചെയ്ത വിശുദ്ധ ജെറോം എമിലിയാനി വടക്കേ ഇറ്റലിയിലെ ബെർഗാമോ എന്ന സ്ഥലത്തിന് സമീപമുള്ള സൊമാഷ കേന്ദ്രമായി 1528 സ്ഥാപിച്ച സന്യാസ കൂട്ടായ്മയാണ് സോമാഷി സഭ. ഈ സഭയെ ക്ലെറിക്സ് റെഗുലർ എന്നും അറിയപ്പെടുന്നുണ്ട്. 1767 കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച വിശുദ്ധ ജെറോം എമിലിയാനിയെ 1928 പിയൂസ് 11 പാപ്പ അനാഥരുടെയും പരിത്യക്തരായ കുട്ടികളുടെയും മധ്യസ്ഥനാക്കുകയുണ്ടായി. പ്രിയരെ, അടുത്തതായി നാം പോകുന്നത് ഓർഡർ ഓഫ് ബർണബൈറ്റ്സിലേക്കാണ്. ലൂഥറിൻ്റെ മതവിപ്ലവം തിളച്ചു പൊങ്ങുന്ന കാലത്ത് ഇറ്റലിക്കാരനായ വിശുദ്ധ ആന്റണി മരിയ സക്കാരിയയും സഹപ്രവർത്തകരായ ഫാദർ ബർത്തലോമിയോ ഫെറാരി, ഫാദർ ജെയിംസ് മോർഗിയ എന്നിവരും ചേർന്ന് 1530 രൂപം കൊടുക്കുകയും 1533 ക്ലെമന്റ് 7 പാപ്പ ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്ത സഭയാണ് ഓർഡർ ഓഫ് ബർണബൈറ്റ്സ്. വിശുദ്ധ പൗലോസിൻ്റെ ശിഷ്യനായ വിശുദ്ധ ബർണബാസിൻ്റെ പേരിലുള്ള മിലാനിലെ വിശുദ്ധ ബർണബാസ് ദേവാലയവുമായുള്ള ആത്മബന്ധത്താലാണ് വിശുദ്ധൻ താൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഈ സന്യാസ സമൂഹത്തിന് ഈ പേര് നൽകിയത് എന്നത് ഓർക്കുക.
ലിയോ 13 പാപ്പ 1867 മെയ് 27 വിശുദ്ധരുടെ ഗണത്തിൽ ചേർത്ത വിശുദ്ധ ആന്റണി മരിയ സക്കാരിയായെ മിലാന്റെ അപ്പസ്തോലനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. മതബോധനം, യുവജനങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ, ആശുപത്രി ശുശ്രൂഷ എന്നീ തലങ്ങളിലാണ് ഈ സമൂഹ അംഗങ്ങൾ പ്രവർത്തിക്കുക. ഈ സഭയും ട്രെൻഡ് കൗൺസിലിൻ്റെ നടത്തിപ്പിനും അതിൻ്റെ വിജയത്തിനും അതിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് യത്നിച്ചിരുന്നു എന്നതും ഓർക്കുക. പ്രിയരെ, ഇതോടെ ഈ വിശകലനത്തിൻ്റെ ആദ്യ ഭാഗം തീരുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് വിശകലനം ചെയ്യാം. എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ഇതിന് കൂടുതൽ പ്രചാരം വരുത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടും ഒക്കെ എന്നെ സഹായിക്കണമെന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.